നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു എസ് ജിത്ത്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ട്രോക്ക് അഥവാ മസ്തിഷ്ക ആഘാതം എന്നുള്ളതാണ്. നമ്മുടെ മസ്തിഷ്കത്തിലെ രക്തപ്രവാഹം പെട്ടെന്ന് നിലച്ചു പോകുന്ന അവസ്ഥ മൂലം അവിടെയുള്ള കോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാത്ത പക്ഷം ആ കോശങ്ങൾക്ക് നശീകരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഏകദേശം ഒരു മിനിറ്റിൽ 1.5 ലക്ഷത്തോളം കോശങ്ങളാണ് സ്ട്രോക്ക് വന്നാൽ നശിക്കുന്നത്. ഹൃദയാഘാതം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് മരണമടയുന്നത് മസ്തിഷ്ക ആഘാതത്താലാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ട്രോക്ക് എന്നുള്ളത് വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടും യുവാക്കളിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ടും ഏത് പ്രായക്കാരെയും ബാധിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പ്രധാനമായിട്ടും സ്ട്രോക്ക് 2 തരത്തിലാണ് സംഭവിക്കാറുള്ളത്. ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്കും, രണ്ടാമത്തേത് ഹെമറേജിക് സ്ട്രോക്കും. അതിൽ ഇഷ്കീമിക് സ്ട്രോക്കിനെ നമുക്ക് ത്രോംബോട്ടിക് സ്ട്രോക്ക് എന്നും എംബോളിക് സ്ട്രോക്ക് എന്നും വീണ്ടും 2ആയിട്ട് തിരിക്കാം. അതിൽ ത്രോംബോട്ടിക് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ രക്തധമനി കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് ത്രോംബോട്ടിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എംബോളിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുന്നു, എന്നിട്ട് ആ ക്ലോട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് തലച്ചോറിലെ രക്തധമനിയിൽ വന്നിട്ട് അവിടെയുള്ള രക്തപ്രവാഹത്തിനെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രോക്കിന് നമുക്ക് എംബോളിക് സ്ട്രോക്ക് എന്ന് പറയാം. ഹെമറേജിക് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിലെ രക്തധമനി അത് പൊട്ടുന്നത് മൂലം രക്തം പുറത്ത് വരുന്ന അവസ്ഥ, അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രോക്കാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു 90% സ്ട്രോക്ക് സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഇഷ്കീമിക് സ്ട്രോക്ക് മൂലമായിരിക്കും. തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ഇത് കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത്, ആ ഭാഗത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണോ അതിനായിരിക്കും കൂടുതലായിട്ട് ഇമ്പയർമെൻറ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു 80% ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. ആ സെറിബ്രത്തെ തന്നെ നമുക്ക് 2 അർദ്ധഗോളങ്ങൾ, 2 ഹെമിസ്ഫിയറായിട്ട് തരംതിരിക്കാം. റൈറ്റ് ഹെമിസ്ഫിയർ എന്നും ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്നും. അതിൽ റൈറ്റ് ഹെമിസ്ഫിയറിനാണ് സ്ട്രോക്ക് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിനായിരിക്കും തളർച്ച ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് ലെഫ്റ്റ് ഹെമിപ്ലീജിയ എന്ന് പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് ഈ പറയുന്ന സ്ട്രോക്ക് സംഭവിച്ചാൽ റൈറ്റ് സൈഡിലായിരിക്കും നമുക്ക് തളർച്ച ഉണ്ടാകുന്നത്. അതിനെ റൈറ്റ് ഹെമിപ്ലീജിയ എന്ന പേരിലാണ് പറയുന്നത്. തലച്ചോറിലെ സെറിബ്രത്തെ നമുക്ക് 4 ലോബുകളായിട്ട് തരംതിരിക്കാം. ഫ്രോണ്ടൽ ലോബ്, പാരിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. അതിൽ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ മുൻഭാഗത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തിനാണ് സ്ട്രോക്ക് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്താശക്തി, സംസാരശേഷി എന്നിവയാണത് ബാധിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള പാരിറ്റൽ ലോബ് എന്ന് പറയുന്നത് ഫ്രണ്ടൽ ലോബിന് ജസ്റ്റ് പിറകിലായിട്ടുള്ളത്. ആ ഭാഗത്തിനാണ് തളർച്ച സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു സൈഡിൽ മരവിപ്പുണ്ടാവുകയും സ്പർശനശേഷി അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയായിക എന്നിവയാണ് ഉണ്ടാവാറുള്ളത്. മൂന്നാമത്തത് ടെമ്പറൽ ലോബ്. അത് നമ്മളുടെ തലയുടെ ഇരുഭാഗങ്ങളിലായി ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ടെമ്പറൽ ലോബ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്താണ് തളർച്ച സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ കേൾവി ശക്തിക്ക് അത് ബാധിക്കും. അതേപോലെ തന്നെ ഓർമ്മശക്തിയെ അത് ബാധിക്കാറുണ്ട്. നാലാമത്തേത് ഓക്സിപിറ്റൽ ലോബ്. അത് നമ്മുടെ ഏറ്റവും പിറകിലായിട്ട്, തലയുടെ ഏറ്റവും പിറകിലായിട്ടായിരിക്കും നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് സ്ട്രോക്ക് സംഭവിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ കാഴ്ചയാണ് ബാധിക്കുന്നത്. ഒന്നുകിൽ കാഴ്ച ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ നഷ്ടപ്പെടാം. അതേപോലെ ഡബിൾ വിഷൻ, 2ആയിട്ട് കാണുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ്. അതേപോലെ തലച്ചോറിലെ സെറിബെല്ലം എന്ന ഭാഗത്തിനാണ് സ്ട്രോക്ക് സംഭവിക്കുന്നതിൽ പ്രധാനമായിട്ടും നമ്മുടെ ബാലൻസിനെയാണ് അത് ബാധിക്കുന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ബ്രെയിൻ സ്റ്റെം എന്നുള്ളത്. അത് പോൺസ്, മിഡ് ബ്രെയിൻ, മെഡുല ഇവ ചേർന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്നുള്ളത്. നമ്മളുടെ വൈറ്റൽ ഫങ്ഷൻസിനെയാണ് ഇത് സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇതിന് ഇമ്പയർമെൻ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BP അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് സങ്കീർണതകൾ ഉണ്ടാവാറുണ്ട്. നമ്മളേവരും അറിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക് എന്നുള്ളത്. അതായത് മസ്തിഷ്കത്തിലെ രക്തപ്രവാഹം താൽക്കാലികമായിട്ട് നിലച്ചു പോവുകയോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. ഇത് നമ്മുടെ സ്ട്രോക്കിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുമെങ്കിൽ പോലും ഏകദേശം 1 മണിക്കൂറിന് ശേഷം രോഗി പൂർവ്വസ്ഥിതിയിലേക്ക്, അതായത് നാഡീ ലക്ഷണങ്ങളൊക്കെ അപ്രത്യക്ഷമായിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ഏകദേശം ഒരു 90 ദിവസത്തിനകം സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളൊരു
അലാമിങ് സൈനായിട്ട് വേണം ഈ TIA നമ്മൾ കാണേണ്ടത്. അതായത് ഇപ്പോൾ ഒരു രക്തസമ്മർദ്ദമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഹൃദ്രോഗമുള്ളവരോ പ്രമേഹമുള്ളവരാണെങ്കിൽ അവരതിനനുസരിച്ചിട്ടുള്ള അടിയന്തര ചികിത്സകൾ ചെയ്യണം. എങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള സ്ട്രോക്കിനെ നമുക്ക് നേരിടാൻ സാധിക്കും. സ്ട്രോക്കിൻ്റെ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: അനിയന്ത്രിത കാരണങ്ങൾ, നിയന്ത്രിത കാരണങ്ങൾ. അനിയന്ത്രിത കാരണത്തിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് പ്രായമാണ്, രണ്ടാമത്തത് പാരമ്പര്യമായിട്ടുണ്ടാകാവുന്നത്, മൂന്ന് മുൻപേ സ്ട്രോക്ക് വന്നിട്ടുള്ളവരിൽ അല്ലെങ്കിൽ TIA എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഒരു അവസ്ഥ, നാലാമത്തത് സർട്ടൻ ജനറ്റിക് കണ്ടീഷൻസിൽ. ഇനി നിയന്ത്രിത കാരണങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ട്രോക്ക് എന്നുള്ളത് ഒരു ജീവിതശൈലി രോഗം കൂടെയാണ്. അതായത് അമിതമായിട്ട് രക്തസമ്മർദ്ദമുള്ളവർ, അതേപോലെ ഹൃദ്രോഗമുള്ളവർ, പ്രമേഹമുള്ളവർ, അനാരോഗ്യകരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, അമിതവണ്ണമുള്ളവർ, പിന്നെ വ്യായാമത്തിൻ്റെ അഭാവമുള്ളവർക്ക്, അതേപോലെ മാനസിക സമ്മർദ്ദം അധികം അനുഭവിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. അത് പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാനുമുള്ള ഒരു മെഡിക്കൽ അക്രോണിമാണ് BFAST എന്ന് പറയുന്നത്. BEFAST. ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് B എന്ന് പറയുന്നത് ബാലൻസ് ആണ്. അതായത് പെട്ടെന്ന് ബാലൻസ് നഷ്ടമാവുക, നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, തലകറക്കം അനുഭവപ്പെടുക എന്നുള്ളതാണ് B എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. E for eyes. കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക, ഒരു കണ്ണിലോ രണ്ട് കണ്ണിലോ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് E എന്ന, അതായത് ഐസ് എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. മൂന്നാമത്തത് F, ഫേസ്. അതായത് നമ്മൾ അവരോട് ചിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം ഓടിപ്പോവുക, അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുക എന്ന അവസ്ഥ. നാലാമത്തത് A for ആംസ്. രണ്ട് കൈകളും ഒരേപോലെ ഉയർത്താൻ ആവശ്യപ്പെടുമ്പോൾ ഒരു കൈ താഴേക്ക് താനെ താഴ്ന്നു പോവുകയോ ഒരു കൈക്ക് ബലക്കുറവ് തോന്നുകയോ ചെയ്യുന്ന അവസ്ഥ. അടുത്തത് S, സ്പീച്ച്. സംസാരിക്കുമ്പോൾ സംസാരം കുഴഞ്ഞു പോവുകയോ വ്യക്തത ഇല്ലാതിരിക്കുകയോ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥ വരുന്നതിനാണ്. അതാണ് നമ്മൾ S ഫോർ സ്പീച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് T, ടൈം. അതായത് ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് T എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്ക് ചികിത്സയിൽ സമയം ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. എത്രയും പെട്ടെന്ന്, അതായത് ഈ പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടിയന്തര ചികിത്സയ്ക്കായിട്ട് അവർക്ക് അതിനായിട്ടുള്ള ഒരു സെൻറ്ററിൽ കൊണ്ടുപോവുകയും പെട്ടെന്ന് തന്നെ CT അല്ലെങ്കിൽ MRI എടുത്തിട്ട് എന്ത് തരത്തിലുള്ള സ്ട്രോക്ക് അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് രോഗിക്ക് ഇതുമൂലം ഉണ്ടാവുന്ന കൂടുതൽ വൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒരു പക്ഷേ അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് സ്ട്രോക്കിൻ്റെ ചികിത്സകളിലേക്ക് കടക്കാം. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടിയന്തരമായിട്ട് ആധുനിക വൈദ്യസഹായം തേടാവുന്നതാണ്. രോഗി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പുനരധിവാസ ഘട്ടത്തിലാണ് ആയുർവേദ ചികിത്സ ഫലപ്രദമാക്കുന്നത്. എത്രയും വേഗം ആയുർവേദ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അത്രയും വേഗം രോഗി പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുന്നു. ആയുർവേദ ചികിത്സയിൽ ഒരു സമഗ്ര സമീപനമാണ് നമ്മൾ നൽകുന്നത്. അതായത് വാതദോഷത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ് പക്ഷാഘാതത്തിന് കാരണമാകുന്നത്. അപ്പോൾ ആയുർവേദ ചികിത്സ ചെയ്യുന്നത് മൂലം നമുക്ക് ആ വാതദോഷത്തിനെ സന്തുലിതമാക്കുന്നതിനായിട്ടും അതേപോലെ തലച്ചോറിലുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാനും അതുമൂലം ഉണ്ടാകാവുന്ന വൈകല്യങ്ങളെ തരണം ചെയ്യാനും നമുക്ക് സാധിച്ചു വരാറുണ്ട്. നമ്മുടെ വയംസ് ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയതിന് ശേഷം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് മെഡിസിൻസും അതേപോലെ തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തു വരുന്നുണ്ട്. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് പ്രധാന കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപുള്ള പൂർവ്വകർമ്മങ്ങൾ, അതായത് രൂക്ഷണം, സ്നേഹനം, സ്വേദനം ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പേഷ്യൻസിനുള്ള പ്രധാന ചികിത്സകൾ, വസ്തു ചികിത്സ, നസ്യം, അതേപോലെ തന്നെ വിരേചനം ചെയ്യേണ്ട അവസ്ഥയിൽ വിരേചനം ചെയ്യുന്നുണ്ട്. പിന്നെ ശിരോധാര, ശിരോവസ്തി, തളം പിച്ചു, ക്ഷീരധൂമം എന്നിവ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമ്മളത് കൃത്യമായിട്ട് അത് ചെയ്തു വരുന്നുണ്ട്. ഈ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി, സൈക്കോളജി കൗൺസിലിംഗ്, സ്പീച്ച് തെറാപ്പിയൊക്കെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത്
ഒരു റീഹാബിലിറ്റേഷൻ മോഡിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫിസിയോതെറാപ്പി വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, ബാലൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മസിൽസ് കൂടുതൽ റിജിഡ് ആവുന്ന അവസ്ഥയിലൊക്കെ ഫിസിയോതെറാപ്പി നല്ല രീതിയിൽ സഹായിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീച്ച് തെറാപ്പി പേഷ്യൻസിന് നമ്മൾ കാണാറുണ്ട്. സ്ട്രോക്ക് വന്ന പേഷ്യൻസിൽ ഒരു ഭാഗം കൂടിപ്പോവുകയും അവരുടെ സംസാരത്തിന് പ്രശ്നം, വ്യക്തതയില്ലാതെയൊക്കെ ഇരിക്കുന്ന അവസ്ഥ, ആ ഒരു സമയത്ത് സ്പീച്ച് തെറാപ്പി നല്ല രീതിയിൽ ആയുർവേദ ചികിത്സയോടൊപ്പം ചെയ്യുമ്പോൾ സഹായകമായി കാണാറുണ്ട്. അതേപോലെ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രശ്നം മൂലമായിരിക്കാം സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വളരെയാണ്. അതിനായിട്ട് നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കൂടെ പേഷ്യൻസിന് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്ട്രോക്ക് വന്നവർക്കും ഇനി വരാനുള്ള സാഹചര്യമുള്ളവർക്കും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമതായി ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളത്. അതായത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവ ഉള്ളവർ അതിനനുസരിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ തേടി അത് നിയന്ത്രിക്കേണ്ടതാണ്. അടുത്തതായി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത്. വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ്, വിവിധ തരത്തിലുള്ള കളികൾ, നീന്തൽ, നൃത്തം, അതുപോലെ ജിം ട്രെയിനിങ്, ഇവയൊക്കെ ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. അടുത്ത പോയിന്റ് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത്. അതായത് അമിതമായിട്ടുള്ള എണ്ണ, കൊഴുപ്പ്, ഉപ്പ്, മധുരം തുടങ്ങിയവ, അല്ലെങ്കിൽ അന്നജം കൂടിയ ഭക്ഷണം, കൊഴുപ്പേറിയ മാംസം, ഇവയൊക്കെ കഴിക്കുന്നത് നിയന്ത്രിക്കുക എന്നുള്ളത്. അതേപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപ്പിൻ്റെ ഉപയോഗം ദിവസം ഒരു 5 ഗ്രാമിലെങ്കിലും കുറവായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പോഷകാഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതായത് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, മത്സ്യം അല്ലെങ്കിൽ തവിട് അടങ്ങിയിട്ടുള്ള മുഴുധാന്യങ്ങൾ, മുട്ട, ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ അമിതവണ്ണം, കുടവയറൊക്കെ ഉള്ളവർ അത് കുറയ്ക്കുക. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അടുത്തത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. അതായത് അമിതാധ്വാനം കുറയ്ക്കുക, ഉല്ലാസകരമായിട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഇവയൊക്കെ നിലനിർത്തി പോവുക എന്നുള്ളത്. ആവശ്യമെങ്കിൽ നമുക്കൊരു വിദഗ്ധമായിട്ടുള്ള ഒരു കൗൺസിലിംഗ്, അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സൈക്കോളജി കൗൺസിലിംഗ് സെഷനും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഉറക്കം. ഒരു 7 തൊട്ട് 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. അതേപോലെ നമ്മൾ അനിയന്ത്രിത കാരണങ്ങളിൽ ഒരു കുടുംബ ചരിത്രം ഉണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയുള്ളവർ മുൻപേ തന്നെ പരിശോധനകൾ നടത്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ കൂടെ തേടേണ്ടതാണ്. സ്ട്രോക്ക് ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായ ചികിത്സയിലൂടെയും പുനരധിവാസത്തിലൂടെയും സ്ട്രോക്ക് നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാവുന്നതാണ്. സർവേ സന്തു നിരാമയ. ലെറ്റ് ഓൾ ബി ഹെൽത്തി. താങ്ക് യു.